അനധികൃത അറവശാലകൾ പൂട്ടുന്നതോടുകൂടി തെരുവുനായ ശല്യം ഉൾപ്പെടെ വളരെ വലിയൊരു തോതിൽ കുറയും. അതെ, അപ്പോഴേ രാജേഷണ്ണ, ഇതിനു മുന്നേയും ഇവിടെ ഒരുപാട് ഗവൺമെന്റ് മാറി മാറി ഭരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മേയർ ഇവിടെ ഒരുപാട് മേയർമാർ മാറി മാറി വന്നിട്ടുണ്ട്. ഇതിനു മുന്നേയും ഇവിടെ അറവുശാലകളുണ്ടായിരുന്നു. എന്താ പറയുക, പട്ടിശല്യം അതുപോലെ രൂക്ഷമായിരുന്നു. പക്ഷേ അതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ടുള്ള ആൾക്കാർ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നേരിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നിങ്ങളെ കൊണ്ട് അതിനൊന്നും കഴിയാത്തത് കൊണ്ട് പട്ടിയുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ ഈ അജണ്ട നടപ്പിലാക്കുന്ന ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ രാജേഷണ്ണ ഇവിടെ പുറത്തിറക്കിയത്. കാരണം ഇതൊന്നും ഇവിടെ നടക്കില്ല രാജേഷണ്ണ, ഇത് കേരളമാണ്. അപ്പോൾ അതായത് പട്ടിയുടെ പേരും പറഞ്ഞ് ഗോമാംസ നിരോധനം അത് നടപ്പിലാക്കാനുള്ള ഒരു ഐഡിയയാണ് അണ്ണ ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷേ നടപടിയാവൂല. ചന, നമ്മുടെ രാജേഷന്റെ പ്രസ്താവന ഉണ്ടാ, നീ കിടില പ്രസ്താവന, ഒരു രക്ഷയില്ല. ആളെ കുറെ നാൾ കാണൂല, പിന്നെ വല്ലപ്പോഴും വന്നിട്ട് ഇതുപോലത്തെ കിടില ഒരു പ്രസ്താവന പറഞ്ഞിട്ട് പോകും. അതായത് എന്താണ് നിനക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ശല്യം രൂക്ഷമായി വരുന്നത് കൊണ്ട് ഗോമാംസ നിരോധനം, അതായത് അറവുശാലകൾ നിരോധിക്കണമെന്നാണ് പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എൻ്റെ പൊന്ന് രാജ് സാറേ, ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സാറിൻ്റെ പുതിയ മേഡവും കൂടെ പല പരിഷ്കാരങ്ങളും ഇവിടെ നടത്തും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. പട്ടി എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. അതായത് പട്ടികൾ പൊതുവെ തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാടുണ്ട്. മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ടാവും. നിങ്ങൾ പറയുന്ന കണക്ക് അറവുശാലകൾ നിരോധിച്ചാൽ പട്ടിശല്യം കുറയും. ഞാൻ പറയാം, നമ്മുടെ കുമാരപുരം, നമ്മുടെ മെഡിക്കൽ കോളേജ്, നമ്മുടെ പിന്നെ പാളയം, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പോട്ട്, ഇവിടെയൊക്കെ ധാരാളം പട്ടികളുണ്ട്. അവിടെ അറവുശാല ഇരിക്കുന്നത്. ഇത് ലോജിക്കില്ലാത്തൊരു കാര്യം. നിങ്ങൾക്ക് ചിലപ്പോൾ അറവുശാല അടച്ചുപൂട്ടിയും മറ്റു നിരോധനം അതും ഇതും കൊണ്ടുവരാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, അത് നിങ്ങളുടെ താല്പര്യമാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നും ഇല്ല. നമ്മൾ മാന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്, മാന്യമായിട്ട് പിന്നെ മാംസഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടെ കേരളത്തിലെ ജനങ്ങളും അത് കഴിക്കാറുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ഈ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി പാവപ്പെട്ട പട്ടികളുടെ തലയിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, ഇപ്പൊ കോർപ്പറേഷൻ ഫണ്ടുണ്ട്, നിങ്ങൾ ഈ ടൂർ പോയില്ലേ ഒരു ഡൽഹിയിൽ എല്ലാ മേയർ പിന്നെ കൗൺസിലർമാരെയും കൊണ്ട് പോയാൽ അതിനേക്കാൾ നല്ലത് നിങ്ങളും ഡെപ്യൂട്ടി മേയറും ഒരു ഉദ്യോഗസ്ഥനെയും കൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ പോകും. ഏതെങ്കിലും ഒരു വലിയ രാഷ്ട്രത്തിൽ, അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് തായ്ലൻഡ് അങ്ങനെയുള്ള രാഷ്ട്രങ്ങളുണ്ടോ, തായ്ലൻഡോ അല്ലെങ്കിൽ പിന്നെ വിയറ്റ്നാമോ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് പട്ടികളെ അവർ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്നുള്ളത്, അതായത് തെരുവുനായ്ക്കളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നുള്ളത് പഠിക്കുക. പഠിച്ചിട്ട് നിങ്ങൾ അതെ അത് കൊണ്ടുവന്ന് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുക. ആദ്യം സ്ട്രീറ്റ് ലൈറ്റ് കത്താത്ത സ്ട്രീറ്റ് ലൈറ്റ്. വേറൊരു കാര്യം, ചവറുകൾ കൂടുന്നുണ്ട് ഒരുപാട് റോഡുകളിൽ. അങ്ങനെയും പട്ടി കൂടാൻ ചാൻസ് ഉണ്ട്. ചവറ് കത്തപ്പറക്കാനാണ് പട്ടി സാധാരണ രീതിയിൽ വരുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ പൊതുവേ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇരുട്ടിൽ മുങ്ങിക്കൊണ്ടിരിക്കണം. പാമ്പുകളുടെ ശല്യം രൂക്ഷമായിട്ട് വരെയാണ്. ഇതൊക്കെ പാമ്പുകളെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാളത്തിന്റെ പിടിക്കാൻ ലൈറ്റ് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ ആൾക്കാർക്ക് കടിയിൽ നിന്നുള്ള. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാൻ. അല്ലാതെ അറവുശാല പൂട്ടിയോട്ട് ഇവിടെ പട്ടികൾ കുറയുന്നുള്ള നിങ്ങളുടെ ഈ വരട്ട തത്വം ഒന്നും നടക്കത്തില്ല.